ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ദിവസമായി ബൈബിൾ റീഡിങ് നമുക്കില്ലായിരുന്നു. കാരണം ഈ ബൈബിൾ റീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇമ്മാനുവേൽ പ്രേയർ ഗ്രൂപ്പിൻ്റെ ഒരു സമ്മേളനം റാന്നിയിൽ വെച്ച് നടത്തപ്പെടുകയായിരുന്നല്ലോ. ധാരാളം ആളുകൾ അതിൽ സംബന്ധിച്ചു. അപ്പോൾ എല്ലാവരും പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇതിൽ വന്ന് സംബന്ധിച്ചതുകൊണ്ട് ആ ബൈബിൾ റീഡിങ് നമ്മൾ 2 ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെച്ചു. അതിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. ഇന്നിപ്പം നമ്മൾ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം 7-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ ഇസ്രായേലിനേക്കാൾ വലിപ്പവും ശേഷിയുമുള്ള 7 രാജ്യങ്ങളെ പൂർണ്ണമായും യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിലൂടെ നശിപ്പിക്കുമെന്ന് മോശ മുഖാന്തരം ഇവിടെ അരുളി ചെയ്യുകയാണ്. ആ 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത് 1 ഹിത്യർ, 2 ഗിർഹാഷ്യർ, 3 അമോന്യർ, 4 കനാന്യർ, 5 പെരിസ്യർ, 6 ഹിവ്യർ, 7 യെബൂസ്യർ. ഇവരൊക്കെ ഇസ്രായേൽ ജനത്തേക്കാൾ അംഗസംഖ്യയിലും ബലം കൊണ്ടും ഒക്കെ വളരെ ഉന്നത നിലവാരമുള്ളവരാണ്. പക്ഷെ അവരെയൊക്കെ തോൽപ്പിക്കാൻ സാധിക്കുന്ന യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോടു കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു ഓർക്ക്, യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരും ആകാൻ സാധിക്കുകയില്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പരദേശികളായി യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 7 രാജ്യങ്ങളെ 7 എന്നുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയുടെ സംഖ്യയാണെന്ന് നമുക്കറിയാം. പുതിയ നിയമവുമായി നമ്മളിതിനെ ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ നമ്മെ കീഴ്പ്പെടുത്തുന്ന എല്ലാ പൈശാചിക ശക്തികളെയും പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ദൈവത്തോട് കൂടെ നിൽക്കുമ്പോഴാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, ലോകത്തോടുള്ളതായ നമ്മുടെ ബന്ധങ്ങൾ, ഇതൊക്കെയും പലപ്പോഴും നമ്മെ കീഴ്പ്പെടുത്താറുണ്ട്. അവയെ നമുക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ അവയ്ക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. അതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദൈവകൃപ നമ്മോടൊപ്പം ഉണ്ടാകണം. പ്രാർത്ഥനയാലും ധ്യാനത്താലും ദൈവവചനത്താലും അല്ലാതെ നമുക്കൊരിക്കലും അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവത്തിൽ മാത്രമേ നമുക്കതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ആ മോഹങ്ങളെയും പൈശാചികമായ എല്ലാ വ്യാപാരങ്ങളെയും ദൈവികമായ ശക്തി അതിജീവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരണം. 2-ാമത് യഹോവയായ ദൈവം ഇവിടെ പറയുന്നു, നിങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾ കീഴടക്കുമ്പോൾ അവിടെ ഉള്ളതായ ബിംബങ്ങളെ മുഴുവൻ നിങ്ങൾ അത് നശിപ്പിച്ച് കളയണം. അതിലൊന്നും അവിടെ ശേഷിപ്പിക്കരുത്. പൂർണ്ണമായും അതില്ലാതാക്കണം. ബിംബം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് ബിംബാരാധന? ദൈവത്തെക്കാൾ കൂടുതലായി നമ്മൾ എന്തിനെ സ്നേഹിച്ചാലും അതെല്ലാം ബിംബാരാധനയാണ്. അത് മനുഷ്യരായാലും വസ്തുക്കളായാലും സമ്പത്തായാലും അധികാരമായാലും സാഹചര്യങ്ങളായാലും എന്തായിരുന്നാലും ദൈവത്തെക്കാൾ അധികം എന്തിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുവോ അതെല്ലാം ബിംബാരാധനയാണ്. ചില ആളുകൾക്ക് അവരുടെ മാതാപിതാക്കളാണ്, ചിലർക്ക് അവരുടെ മക്കളാണ്, ഭാര്യയാണ്, അല്ലെ ഭർത്താവാണ്, അധികാരമാണ്, സ്ഥാനമാനങ്ങളാണ്, സമ്പത്താണ്, സാഹചര്യങ്ങളാണ്. ഇതിൽ ഏതാണോ നമ്മെ ദൈവത്തേക്കാൾ കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്നത് അത് നമ്മുടെ മനസ്സിലൊരു ബിംബമാണ്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ബിംബാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും സ്നേഹിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. കാരണം ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തിൻ്റെ ജനമാണ്. ലേവ്യ പുസ്തകത്തിൽ അനേക പ്രാവശ്യം പറഞ്ഞത്, ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മ്ലേച്ഛതകളൊന്നും നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ശരീരത്തിലോ സ്പർശിക്കാൻ പാടില്ല എന്ന് യഹോവയായ ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. അവരുണ്ടാക്കിയിട്ടുള്ള ബിംബങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലപിടിപ്പുള്ളതായ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ടോ ആയിരിക്കാം. അതൊക്കെ കാണാൻ വളരെ മനോഹരവുമായിരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങളത് ഇല്ലാതാക്കരുത്. നമ്മളെ മോഹിപ്പിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും
എല്ലാ വസ്തുക്കളും വളരെ അഴകുള്ളതും അല്ലെങ്കിൽ അപ്രകാരം നമ്മെ സ്വാധീനിക്കുന്നതുമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ യഹോവയോട് പറയുന്നു, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വലിപ്പം കണ്ടുകൊണ്ടല്ല. ഈ സമൂഹത്തിൽ ഏറ്റവും ചെറിയ സമൂഹമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഒരു ശപഥമുണ്ട്. അതുപ്രകാരം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി. ആ ഒറ്റ സ്നേഹവും നിങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബോടും ചെയ്തതായ ശപഥം, ആ വാഗ്ദത്ത ദേശം നിങ്ങൾക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞതായ ആ വാഗ്ദത്തം, അത് എനിക്ക് നിറവേറ്റണം. അതുകൊണ്ടാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് അതിനെതിരായി വലിയ ശക്തികളുണ്ടെങ്കിലും അതിനെയൊക്കെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത വാഗ്ദത്തം, ആ അപ്രകാരം ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും ഓരോ ക്രൈസ്തവരും. പൗലോസ്ലീഹ പറയുന്നത് പോലെ എഫേസ്യർ 1:4 മുതൽ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ ക്രിസ്തുവിൽ അവനെ തിരഞ്ഞെടുത്തു, ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കാനുള്ള അവസരം തന്നു. ഈ കാലത്ത് ഈ സ്ഥലത്ത് ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ ദൈവം നമുക്ക് തന്നതായ ഈ അവസരങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആ വലിയ തിരഞ്ഞെടുപ്പാണ്. അതിനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെക്കാൾ ഉപരി എന്താണോ നമ്മെ ഭൂമിയിൽ സ്വാധീനിക്കുന്നത് അതിനെല്ലാം ഉപേക്ഷിച്ച് കളയുവാനും എല്ലാത്തിനേക്കാൾ ആത്യന്തികമായി ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരണം. അതുകൊണ്ട് എത്ര വലിയ ശക്തി, മോഹങ്ങളും ആഗ്രഹങ്ങളും ലോകപരമായ ബന്ധങ്ങളൊക്കെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഒന്ന്, ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. 2, ദൈവത്തെക്കാൾ ഉപരി മറ്റൊന്നിനെയും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. അതെല്ലാം ബിംബാരാധനയായിട്ട് മാറും. അത് വസ്തുക്കളായാലും അധികാരമായാലും എന്തായിരുന്നാലും, അത് വ്യക്തികളായാലും, അതിനെയൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ ശക്തീകരിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.